വെറുതെ ഇരുന്നപ്പോൾ കുറച്ച് റംബൂട്ടാൻ പറിച്ചാലോ എന്ന് കരുതി. അപ്പോൾ പിന്നെ ലാഡറൊക്കെ വെച്ചിട്ട് ഒരു 2-3-4 റംബൂട്ടാൻ മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. ഇതുപോലെ കവർ കെട്ടി കൊടുക്കാറാ ചെയ്യാറ്. മഞ്ഞ റംബൂട്ടാനുണ്ട്, അതുപോലെ ചുവപ്പ് റംബൂട്ടാനുണ്ട് കേട്ടോ. മഞ്ഞ റംബൂട്ടാനാണ് കുറേയൊക്കെ പഴുത്ത് പാകമായിട്ടുള്ളത്. ചുവപ്പ് റംബൂട്ടാൻ ആവുന്നേ ഉള്ളൂ കേട്ടോ. ചുവപ്പ് റംബൂട്ടാനാണ് ഞങ്ങൾ കവർ കെട്ടി കൊടുത്തിട്ടുള്ളത്. കാരണം ചുവപ്പ് റംബൂട്ടാൻ നല്ല മധുരമുണ്ട്. മധുരം ഉണ്ടായത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് തീരെ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ മഞ്ഞ റംബൂട്ടാൻ ഞങ്ങൾ കൊല പറിച്ചെടുത്തതാണ് കേട്ടോ. എൻ്റെ മക്കൾസിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവരെന്ത് ചെയ്യും, ഉപ്പും മുളകും ഇട്ടിട്ട് കഴിക്കും കേട്ടോ, കുഴച്ച് കണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊന്ന് പൊട്ടിച്ച് നോക്കിയതാണിത്. ഇപ്രാവശ്യത്തെ പറ്റ ചെറുതാണ് കേട്ടോ, ഇത്ര വലിപ്പമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം റംബൂട്ടാൻ്റെ ചുവട്ടിൽ കുറച്ച് മണ്ണ് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്രാവശ്യം ചെറുതായി. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഞങ്ങളെ തോട്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങി നോക്കിയതുപോലെ വീണെടുക്കുന്നൊക്കെ ഉണ്ടാവും. കാരണം അണ്ണാനും കിളികളൊക്കെ കൊത്തുന്ന ഇടയിൽക്കൂടെ അവയെ കയ്യിൽ നിന്ന് വീണ് പോകുന്നതാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരുപാട് അവർ കൊത്തിയിട്ടതുണ്ടാവും കേട്ടോ. അതൊന്നും പിന്നെ ഞങ്ങൾ എടുക്കാറില്ല. പിന്നെ ഈ കാണുന്നത് ചുവപ്പ് റംബൂട്ടാനാണ് കേട്ടോ. അതും ചെറിയ വലിപ്പമാകുമ്പോൾ തന്നെ പൊയ്ക്കാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു മഞ്ഞ കളറായി നിൽക്കുന്നതാണ് ഞാൻ ഈ കാണിക്കുന്നത്. അത് അപ്പം എടുത്ത് കഴിച്ചാലും നല്ല മധുരമാണ് കേട്ടോ. ആ കളറായാലും എടുത്ത് ഞങ്ങൾ കഴിക്കാറുണ്ട്. പിന്നെ ഒന്ന് ചുവന്ന് കാണാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ കവറൊക്കെ കെട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ റംബൂട്ടാൻ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.